ലൂമിക്സ് X1R Mark II ക്യാമറ സെറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറ സെറ്റ് ആയിരുന്നു. നൈക്കോൺ C8 എന്ന് പറഞ്ഞൊരു ക്യാമറ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. ഈ ക്യാമറ കിടുവായിരുന്നു. മാത്രമല്ല ഇന്ന് നൈക്കോൺ അവരുടെ C8ന്റെ വിലയും കുറച്ചിട്ടുണ്ട്. ഈ ക്യാമറയുടെ ഷട്ടർ എന്ന് പറഞ്ഞാൽ ന്യൂ കാർബൺ ഇൻഫ്യൂസ്ഡ് ഷട്ടർ മെക്കാനിസം ആണ്. 4 lakh അടുത്ത് ലൈഫ് ഉണ്ട് ഈ ക്യാമറയ്ക്ക്. ഷട്ടറിന്റെ കാര്യത്തിൽ ലൂമിക്സ് സേഫ് ആയിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സോറി. സോ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. 44.3 മെഗാപിക്സൽ ഫുൾ ഫ്രെയിം CMOS സെൻസർ, 8K 30 FPS. ലൂമിക്സിന്റെ കളർ പോലെ തന്നെ അവരുടെ സ്റ്റെബിലൈസേഷൻ അടിപൊളിയാണ്. ഗിംബൽ പോലെ തന്നെയാണ് അവരുടെ സ്റ്റെബിലൈസേഷൻ. ഇതിൽ ക്രോപ്ലെസ് എന്ന് പറഞ്ഞ സ്റ്റെബിലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറിന്റെ ക്യാപ്ചർ ഏരിയയുടെ പുറത്തുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഇവർ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വൈഡ് ആംഗിൾ ഒക്കെ ഇടുവാണെങ്കിൽ മിക്കവാറും ലെൻസ് ക്യാപ്പ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സ്റ്റെബിലൈസേഷൻ സംഭവം കിടുവാണ്. ഇതിന്റെ LCD സ്ക്രീൻ സെയിം ആ സോണി A7R5 ആണ്. ഇന്റേണൽ 32-bit ഓഡിയോ ഉണ്ട്. ഈ ക്യാമറയുടെ ഒരു ഷോകം സീൻ എന്ന് വെച്ചാൽ ഇതിന്റെ സെൻസർ റീഡൗട്ട് ആണ്. ഇപ്പോൾ ജെറാൾഡ് ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇതിന്റെ സെൻസർ റീഡൗട്ട് ഓപ്പൺ ഗേറ്റ് 6Kയിൽ 22.1 millisecond മുകളിലാണ്. 2025 ഇത്രയും സ്ലോ ആയിട്ടൊരു സെൻസർ റീഡൗട്ടുള്ള ക്യാമറ നമ്മൾ മേടിച്ച് 6K ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം സീനായിരിക്കും. എക്സ്പെഷ്യലി നമ്മൾ ഗിംബൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ലോഗിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ജെല്ലോ അടിക്കുന്ന കാണാം. ഇതിൽ 8K 30 H.265 ആണ്. മാത്രമല്ല 4220 ആണ്. കാനോൺ R5 മാർക്കിലൂടെ 422 അല്ല. പിന്നെ ഇതിൽ 4K 120 ഉണ്ട്. പക്ഷേ ഇത് ഓവർ സാമ്പിളിംഗ് അല്ല, സബ് സാമ്പിളിംഗ് ആണ്. സോ നോയ്സും ക്വാളിറ്റി ഇഷ്യൂസും കാണും. 4K 60, 4K 30ലും ക്രോപ്പ് ഇല്ല. ഇന്ത്യയിൽ തന്നെ പ്രോഗ്രസ് റോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8K പ്രോഗ്രസ് ഇല്ല. 6K ഓപ്പൺ ഗേറ്റും പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സെൻസർ റീഡൗട്ട് 6Kയിലും 8Kയിലും മാത്രമേ ഉള്ളൂ പ്രോബ്ലം. 4Kയിൽ ഇതിന്റെ സെൻസർ റീഡൗട്ട് നല്ലതാണ്. കാരണം ഇത് ഓവർ സാമ്പിളിംഗ് അല്ല, സബ് സാമ്പിളിംഗ് ആണ്. വീഡിയോ പ്രൈമറി ആയിട്ടുള്ള ഷൂട്ടാണ്. ഈ ക്യാമറ എടുക്കുന്നതിനേക്കാളും ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. മിക്കവാറും ലൂമിക്സിന്റെ അടുത്തൊരു വേർഷൻ വരും. ഇതിൽ നല്ല സെൻസർ റീഡൗട്ട് ഉള്ള ഒരു ക്യാമറ വരും. അത് സെറ്റ് ആയിരിക്കും. കാരണം ഈ ലൂമിക്സിനോട് എനിക്ക് ഇഷ്ടമുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതിന് വരുന്ന കളേഴ്സാണ്. നമ്മളിപ്പോൾ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ലോക്ക് ടു Rec7 അല്ലെങ്കിൽ ഡാവിഞ്ചി വൈറ്റ് ക്യാമറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഭയങ്കര രസമാണ് ഗ്രേഡ് ചെയ്യാൻ. മിക്ക മിറർലെസ് ക്യാമറയിലും നമ്മൾ കാണുന്ന ഈ ഷാഡോ ഏരിയയിലുള്ള ഒരു കളർ ബ്ലീച്ച് ഉണ്ട്. കളറിൻ്റെ കുറച്ച് കളികളുണ്ട്. നല്ല ബോറായിരിക്കും. ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്ത് കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. പക്ഷേ പാനസോണിക് ക്യാമറകളിലെ ഷാഡോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലീൻ ആയിരിക്കും. ഈ ക്യാമറയിൽ എക്സ്പെഷ്യലി നല്ല ക്ലീൻ ഷാഡോസ് ആണ്. പിന്നെ ഈ ക്യാമറയുടെ ഫീച്ചർ ഡൈനാമിക് റേഞ്ച് എക്സ്പാൻഷൻ എന്നൊരു മോഡുണ്ട്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്താൽ ഹൈലൈറ്റ്സും ഷാഡോയും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ലൂമിക്സ് യൂസർ അല്ലെങ്കിൽ നൈക്കോൺ Z8 ആണ് ഇതിൽ നല്ല ക്യാമറ. പിന്നെ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈക്കോൺ Z8ഉം C9ഉം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ സ്റ്റിൽ അത് കഴിഞ്ഞിട്ടും പല കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ഇറങ്ങി, കാനോൺ R5 Mark II ഇറങ്ങി, സ്റ്റിൽ Z8ഉം C9ഉം അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് നൈക്കോൺ C9 Mark II റിലീസ് ചെയ്തതിൽ സംഭവം വൻ പൊളിയായിരിക്കും. ക്യാമറ ഒരു 60% സെറ്റാണ്. C8ന്റെ സെൻസർ റീഡൗട്ടോടെ ഈ ക്യാമറ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ ക്യാമറ മാർക്കറ്റ് ഒരു ബെഞ്ച് മാർക്ക് ആണ്. ലൂമിക്സിന്റെ ഈ പുതിയ ക്യാമറയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ കമന്റ് ചെയ്യുക. ഹാപ്പി ഷൂട്ടിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.